ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടുണ്ടാവും, ഒരു പരിധിവരെ പലരും അറിയാതിരിക്കുന്നുമുണ്ടാവും. BCCI ഇന്നലെ ദുലീപ് ട്രോഫിയുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെയധികം എക്സ്പെക്റ്റേഷനിൽ നോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു സഞ്ജു സാംസൺ സ്ക്വാഡിൽ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ സഞ്ജു സ്ക്വാഡിലില്ല. എന്നെ വളരെയധികം ഞെട്ടിച്ചൊരു കാര്യം കൂടിയായിരുന്നു അത്. ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ കംബാക്ക് നടത്താൻ വേണ്ടി അവിടെ ഇതാ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് BCCI. ഒരുപക്ഷെ ഒരു ഇന്റർനാഷണൽ മാച്ചിന്റെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ട്വിറ്ററിൽ ട്വീറ്റുകളും അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ള പൊട്ടിത്തെറികളും ഉണ്ടായേനെ. പലരും ഫോളോ ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അത്രമാത്രം വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒരു പരിധിവരെ ആൾക്കാർ ഇത് അറിഞ്ഞ് ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിൽ പരക്കെ ഹാഷ്ടാഗുകൾ ഇടുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ആളെ ഇത്ര കണ്ട് പരിഗണിക്കപ്പെടാതെ പോകുന്നതെന്ന്. ഷുവറായിട്ടും ദുലീപ് ട്രോഫിയിൽ ആളൊരു സ്ഥാനം അർഹിച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സ്പെക്ട് ചെയ്താണ് സഞ്ജു നിന്നിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഭയങ്കരമായിട്ട് മീഡിയകൾ കൂടി നിറയുന്നുണ്ട്. അതായത് വിളിച്ചാൽ പോയി കളിക്കും, ഹാപ്പിയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ആ ഒരു പറച്ചിൽ തന്നെ ഉണ്ട് എത്രമാത്രം ആൾ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൊമസ്റ്റിക് ട്രോഫിയിൽ അല്ലെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് ലീഗിൽ ഒരു അവസരം അർഹിച്ചിട്ടുണ്ടായിരുന്നു. പലരും പറയാറുള്ളൊരു കാര്യമാണ് റെഡ് ബോൾ ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ ആവറേജ് വളരെയധികം താഴെയാണെന്ന്. എന്നാൽ ഇന്ന് ഈ ഒരു കംബാക്ക് നടത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇഷാൻ കിഷന്റെ ആ ഒരു റെഡ് ബോൾ ക്രിക്കറ്റിലെ ആവറേജും ഏകദേശം ഒരേപോലെ തന്നെയാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളെ മാത്രം ഇത്ര കണ്ട് പരിഗണിക്കാതെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന ചാമ്പ്യൻസ് ട്രോഫിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ തന്നെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ കളിക്കുന്നുണ്ടെങ്കിൽ വിക്കറ്റ് കീപ്പറായിട്ട് അവിടെ ഋഷഭ് പന്ത് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് 100% അല്ലെങ്കിൽ 110% ഉറപ്പ് തന്നെയാണ്. അത് ഏകദേശം വലിയൊരു ക്യാൻവാസിൽ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു പിക്ചർ തന്നെയാണ് അത്. അതിപ്പോൾ എന്ത് കണ്ടിട്ടാണെങ്കിലും ആൾ തന്നെയായിരിക്കും അവിടെ മെയിൻ വിക്കറ്റ് കീപ്പർ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പം സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു കംബാക്ക് നടത്താൻ എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, രഞ്ജി ട്രോഫി, ഈ 3 ഡൊമസ്റ്റിക് ലീഗുകളിൽ ആഞ്ഞടിക്കുക, ടീമിനെ വലിയൊരു പൊസിഷനിൽ എത്തിക്കുക. കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു ഡൊമസ്റ്റിക് ട്രോഫി ജയിക്കാൻ സാധിക്കാത്തത് ഇവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അത് മറ്റു താരങ്ങളുടെ എക്സ്പോഷറിനെയും ബാധിക്കുന്നുണ്ട് കേരള ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന രഞ്ജി ട്രോഫി, സെയ്ദ് മുസ്താഖ് അലി ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി എന്നീ ട്രോഫികളിൽ മാക്സിമം ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ഇവരെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കരിയർ അതിൻ്റെ ഗ്രാഫിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ T20 ഓഫ് കോഴ്സ് ആൾ നല്ല പെർഫോമൻസ് ആയിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സഞ്ജു സാംസൺ എന്ന താരം T20 സൈഡിനെ അപേക്ഷിച്ച് ODയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തതും ബാറ്റിംഗ് സ്റ്റൈലിലെ ചേഞ്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. ODയിൽ ആൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് പോലും OD ടീമിൽ സെലക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി തന്നെയാണ്. അതിപ്പോൾ ആരാധകരുടെ ഇടയിലും അതോടൊപ്പം തന്നെ സഞ്ജു സാംസന്റെ ഇടയിലേക്കും കൊണ്ടുവരുന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വരുന്ന ഡൊമസ്റ്റിക് ട്രോഫികളിൽ ആഞ്ഞടിക്കുക, വലിയൊരു കംബാക്ക് നടത്തുക എന്നുള്ളതല്ലാതെ സഞ്ജു സാംസനെ സംബന്ധിച്ച് വേറൊരു ചാൻസിന് നിലനിൽക്കുന്നില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു T20 മത്സരം വരാൻ പോകുന്നത് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു. അത് ബംഗ്ലാദേശിനെതിരെയാണ്. ബംഗ്ലാദേശിനെതിരെ മറ്റാണ് ഇന്ത്യ T20 സൈഡ് വരുന്നത്. അവിടെ കണ്ടറിയണം സഞ്ജു സ്ക്വാഡിലേക്ക് സെലക്ട് ചെയ്യപ്പെടുമെന്ന്. എന്തായാലും ഇഷാൻ കിഷൻ ഈ ഒരു ഡൊമസ്റ്റിക് ട്രോഫി, അതായത് ദുലീപ് ട്രോഫിയോടുകൂടി തന്നെ ഇന്ത്യൻ ടീമിലേക്ക് കംബാക്ക് നടത്തുന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനങ്ങളാവും. ഇതിപ്പോൾ കളിപ്പിക്കത്തുമില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആളുടെ കാര്യം. കേരള ക്രിക്കറ്റ് ലീഗ് നടക്കാൻ പോകാണല്ലോ. അപ്പോൾ അതിലും സഞ്ജു മൊത്തത്തിൽ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഐക്കണായിട്ടാണ്. ടീമിൽ കളിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം. അതോടൊപ്പം തന്നെ എടുത്തു പറയാനാണ് റിങ്കു എങ്ങനെയാണ് ടീമിന് പുറത്തായതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കൂടെ തന്നെ പറയേണ്ട പേരാണ്. റിങ്കുവിനെയും പതുക്കെ ഇവർ തഴയാണെന്ന് മനസ്സിലാകുന്നില്ല. റൈറ്റം തന്നെയാണ്. എന്തുകൊണ്ടാണ് ടീമിൽ വെളിയിലിടുന്നത് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. മേ ബി എന്താണ് BCCI കളിക്കുന്നതെന്ന് അല്ലെങ്കിൽ BCCI കണക്ക് കൂട്ടുന്നതെന്ന് ഒരു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കണ്ടമാനം ഞാൻ ഈ ചാനലിൽ പൊളിറ്റിക്സ് എന്നൊരു വാക്ക് എടുത്തു പറയാത്തത് അത് പല രീതിയിലുള്ള ആൾക്കാർ കാണുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ കേരളത്തിലൊരു ഡിസ്ട്രിക്ട് ലീഗിൽ പോലും അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കയറി വരണമെങ്കിൽ പോലും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഓഫ് കോഴ്സ് ടാലൻ്റ് ഒരു സൈഡിലുണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പല താരങ്ങളും തമിഴ്നാടിന് വേണ്ടി കളിക്കാൻ പോകുന്നത്. ഡൊമസ്റ്റിക് ലീഗുകളിൽ തമിഴ്നാട്ടിൽ കളിക്കുന്ന ഒരുപാട് മലയാളി താരങ്ങളുണ്ട്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ തമിഴ്നാടിൻ്റെ ടീമിന് വേണ്ടി ക്യാപ്പ് അണിഞ്ഞിട്ടുണ്ടായിരുന്ന അജയ് മലയാളിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നെറ്റ് ബോളറായിരുന്നു അജയ്. ഒരുപക്ഷെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ്. അജയുടെ ആ ഒരു ക്യാപ്പ് കൊടുക്കുന്ന വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിലെ ഒരു ഡിസ്ട്രിക്ട് ടീമിൽ പോലും സെലക്ട് ചെയ്യാത്ത ഒരാൾ അവിടുന്ന് തമിഴ്നാടിന് വേണ്ടി വന്ന് കളിച്ച് തമിഴ്നാട്ടിൽ ക്യാപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്.
അതിൽ തന്നെ ആ ഒരു കമൻറ്റ് ബോക്സിൽ തന്നെ വ്യക്തമായിട്ട് ഗബ്രിയേൽ ബെൻ എന്ന ഗബ്രിയേൽ എന്നാണ് പേര്, ഗബ്രിയേൽ ബെൻ എന്നാണ് തോന്നുന്നു. ഓക്കെ, RCBയുടെ റോബോആം ബോളറുടെ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ അജിയുടെ പ്രൊഫൈലിൽ കിടപ്പുണ്ട്. ആ ഒരു കമൻറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം പൊളിറ്റിക്സ് ഒരു ഡിസ്ട്രിക്റ്റ് സൈഡിൽ പോലും ഉണ്ട് എന്നുള്ളത്. അവിടെ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഓൾ ഓവർ ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നുള്ള ഭ്രാന്ത് മൂത്ത് നമ്മളെപ്പോലെ ഇങ്ങനെ കളിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ കളിച്ച് വരുന്ന ഓരോരുത്തരെയും തളർത്തി കളയുന്ന ഈ ഒരു നശിച്ച പൊളിറ്റിക്സ് എന്ന് മാറുന്നോ അന്നല്ലാതെ ഇവിടെ ഒന്നും യാതൊരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ടാലൻറ്റിന് വില കൊടുക്കുകയോ ഇല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. പൊളിറ്റിക്സ് വൈസ് ടീമിൽ വന്ന പലരെയും നമുക്കറിയാം, അവരൊന്നും സർവൈവ് ചെയ്ത് പോയിട്ടില്ല. വ്യക്തമാക്കണമെങ്കിൽ വ്യക്തമാക്കാം. വേണ്ട, ഞാൻ അതിൻ്റെ പുറകെ പോകുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.